ഓം ഹരിശ്രീ ഗണപതേ നമഃ. ഓം സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് 2025 ജൂലൈ മാസം 24-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, കർക്കിടക മാസം 8-ാം തീയതി, വ്യാഴാഴ്ച. രാമായണ കഥ 8-ാം ദിവസം. ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിച്ചതിന് ശേഷം വനത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അമ്മയായ കൗസല്യയോട് ഇപ്രകാരം പറയുകയാണ്: അമ്മേ, ഏതിനും വിഷമിക്കേണ്ട. അമ്മയും എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അമ്മ വിഷമിക്കുമ്പോൾ അമ്മയുടെ ഉള്ളിലുള്ള ആ പരമാത്മാവ് തന്നെയാണ് വേദനിക്കുന്നത്. അമ്മയ്ക്ക് ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ അറിവുള്ളതാണല്ലോ. പരമാത്മതത്വം അറിയാത്ത സാധാരണക്കാരെ പോലെ എന്താണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഇവിടെ ശ്രീരാമൻ പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ ഉള്ളിലുള്ള പരമാത്മാവ് എന്നാണ്. അതായത് ഓരോ മനുഷ്യജീവൻ്റെയും ഓരോ ജീവിയുടെയും എന്നാണ്. മനുഷ്യജീവൻ മാത്രമല്ല, സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ ആ പരമാത്മാവ് വസിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ പരമാത്മാവ്, ആ പരബ്രഹ്മസ്വരൂപം സകലതും അറിയുന്നു. അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. സർവജ്ഞയല്ലേ എൻ്റെ അമ്മ. ഈ ലോകത്തെ എല്ലാ ആളുകളും എപ്പോഴും കൂടി വാഴുക എന്നത് സാധ്യമാണോ? ഇക്കാര്യം അമ്മയ്ക്ക് അറിവുള്ളതല്ലേ. കേവലം 14 വർഷങ്ങൾ വനത്തിൽ വസിച്ചിട്ട് ഞാൻ തിരിച്ചു വരും അമ്മേ. ദുഃഖങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഉൾക്കനിവോടെ എന്നെ അനുഗ്രഹിച്ചാലും അച്ഛൻ എന്താണോ ഇച്ഛ അത് തന്നെയാണല്ലോ അമ്മയുടേതും. അങ്ങനെ തന്നെയല്ലേ അമ്മ ഉറച്ചു വിശ്വസിച്ചിരുന്നത്. പതിവ്രതയായ ഭാര്യയുടെ ധർമ്മം ഭർത്താവിന് ഹിതമായതിനെ അനുസരിക്കുക എന്നതല്ലേ. അമ്മ സന്തോഷത്തോടെ യാത്ര അയച്ചാൽ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാനനവാസം സുഖകരമായി വരികയും ചെയ്യും. അമ്മ വിഷമിക്കാതെ ഇരിക്കുക എന്ന് പറഞ്ഞ് അമ്മയെ നമസ്കരിക്കുകയാണ് ശ്രീരാമൻ. കൗസല്യ മാതാവ് നിറകണ്ണുകളോടെ മകനെ ആശീർവദിക്കുകയാണ്. ദേവകളോടെല്ലാം മകൻ്റെ ക്ഷേമത്തിന് വേണ്ടി യാചിക്കുന്നു. അവനെ സംരക്ഷിച്ചു കൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു. കൗസല്യയുടെ ഈ പ്രാർത്ഥന രാമായണം 99-ാമത്തെ പേജിലാണുള്ളത്. കേൾക്കുക. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ദേ പുരുഷോത്തമാ ഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വൃത്രാരി മുമ്പായ ദിപ്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകിയാണ്. ഗദ്ഗതം കൊണ്ട് സംസാരിക്കാനേ വയ്യ. അങ്ങനെ വിങ്ങി പൊട്ടിക്കൊണ്ട് ശ്രീരാമനെ കെട്ടിപ്പിടിച്ച് ഗാഠഗാഠം പുണർന്ന് 14 വർഷം കഴിഞ്ഞ് വേഗം വരിക എന്ന് ആശീർവദിക്കുന്നു. തൽക്ഷണം രാഘവനെ നമസ്കരിച്ചിട്ട് ലക്ഷ്മണൻ പറയുകയാണ്: എൻ്റെ ഉള്ളിലുണ്ടായ സംശയം ജ്യേഷ്ഠൻ പറഞ്ഞത് കേട്ടപ്പോൾ തീർന്നു. കഴിഞ്ഞ വീഡിയോയിൽ ലക്ഷ്മണനെ ഉപദേശിക്കുന്നതായിരുന്നുവല്ലോ പറഞ്ഞത്. ആ ഉപദേശമെല്ലാം കേട്ടതിനെ കുറിച്ചാണ് ലക്ഷ്മണൻ ഇപ്പോൾ സൂചിപ്പിച്ചത്. ജ്യേഷ്ഠനെ സേവിക്കാനായി എന്നെയും കൂടെ വരാൻ അനുവദിക്കണം. സീതാപതേ, രാമചന്ദ്ര, ദയാനിധേ, അനുവദിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാണനെ ത്യജിച്ചിടും രഘുപതേ എന്ന് ലക്ഷ്മണൻ പറയുന്നു. എങ്കിൽ നീയും കൂടി എൻ്റെ കൂടെ പോന്നുകൊള്ളൂ എന്ന് രാമൻ അനുവാദം കൊടുക്കുകയും ചെയ്യുകയാണ്. ഞാൻ ഫസ്റ്റ് വീഡിയോയിലേ പറഞ്ഞിരുന്നു, ആ പായസത്തിൻ്റെ പ്രഭാവവശാൽ രാമനും ലക്ഷ്മണനും എപ്പോഴും ഒരുമിച്ചേ കാണപ്പെടാറുള്ളൂ. അതുപോലെ തന്നെ ഭരതനും ശത്രുഘ്നനും. ഇവിടെയും അനുവാദം ചോദിച്ച ഉടനെ ശ്രീരാമൻ തന്നെ അനുഗമിക്കുവാനായി ലക്ഷ്മണനെ അനുവദിക്കുന്നു. അനന്തരം സീതാദേവിയോട് യാത്ര പറയാനായി സീതയുടെ അന്തഃപുരത്തിലെത്തുകയാണ് ശ്രീരാമൻ. രാഘവനെ കണ്ട് പുഞ്ചിരിയോടെ സ്വർണ്ണപാത്രത്തിലെ ജലം കൊണ്ട് കാൽ കഴുകിച്ച് വളരെ ബഹുമാനത്തോടു കൂടി ഇങ്ങനെ ചോദിക്കുകയാണ് സീത: ആരും അകമ്പടിയില്ലാതെ നടന്നു വരുവാൻ എന്താണ് നാഥ കാരണം? വാദ്യഘോഷങ്ങളില്ലാതെ
ആനയും അമ്പാരിയും ഇല്ലാതെ ആഭരണങ്ങളും അലങ്കാരങ്ങളും ഇല്ലാതെ ഇങ്ങനെ കാൽനടയായി സാമന്തന്മാരായ രാജാക്കന്മാരാരുമില്ലാതെ ആശ്ചര്യമായിരിക്കുന്നുവല്ലോ നാഥ. ആ ഭൂമിസുതയായ മൈഥിലിയുടെ ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ കേട്ടിട്ട് ശ്രീരാമൻ പറയുകയാണ്, താതൻ തൻ്റെ വാക്ക് പാലിക്കാനായി എനിക്ക് ദണ്ഡകാരണ്യവാസം വിധിച്ചിരിക്കുകയാണ് ദേവി. അത് പാലിക്കേണ്ടതിലേക്കായി ഞാൻ പോകുന്നു. നീ വ്യസനമൊന്നും കൂടാതെ കൗസല്യ മാതാവിനെ ശുശ്രൂഷിച്ച് ഇവിടെ തന്നെ താമസിക്കണം. മായാഭഗവതിയായ സീതാദേവി ഇപ്രകാരം ഉടനെ തന്നെ മറുപടി പറഞ്ഞു. എന്നാൽ നേരം പോലും ഭവാനെ പിരിഞ്ഞിരിക്കുവാൻ താതന് വലിയ പ്രയാസമാണല്ലോ. അങ്ങനെയിരിക്കെ വനവാസം വിധിക്കാൻ എന്താണ് കാരണം? രാജാവ് തന്നെയാണല്ലോ ഇന്നലെ വളരെ ഉത്സാഹത്തോടെ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങി വെച്ചത്. എന്ത് സംഭവിച്ചു? ഓർത്താൽ എത്രയും വിചിത്രമായി തോന്നുന്നുവല്ലോ. പരമാർത്ഥത്തെ പറഞ്ഞാലും ഈ രഘുവരൻ അതിന് മറുപടി പറയുകയാണ്, സുന്ദരീരത്നമേ ദേവി, കേട്ടാലും അച്ഛൻ രാജാവ് കൈകേയി അമ്മയ്ക്ക് 2 വരം വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ദേവാസുര യുദ്ധം നടക്കുമ്പോൾ കൈകേയി മാതാവ് അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചതിന് പ്രത്യുപകാരമായി 2 വരങ്ങൾ നൽകാമെന്ന് പറഞ്ഞിരുന്നു. അമ്മ ഇപ്പോൾ ആ വരങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു. ഒന്ന്, ഭരതനെ യുവരാജാവായി വാഴിക്കണമെന്നും മറ്റൊന്ന് എന്നെ വനത്തിലേക്ക് അയക്കാനുമായിരുന്നു. അത് സത്യലംഘനമാകുമെന്ന് ഭയന്ന് പിതാവ് വരം കൊടുത്തു. ആയതിനാൽ ഞാൻ ഇന്ന് തന്നെ പോകുന്നു. 14 സംവത്സരങ്ങൾ കാനനത്തിൽ വസിച്ചതിന് ശേഷം മടങ്ങി വരുന്നതാണ്. ഭവതി തടസ്സമൊന്നും പറഞ്ഞു കളയല്ലേ. ദുഃഖം വെടിഞ്ഞ് അമ്മയെ ശുശ്രൂഷിച്ച അമ്മയുടെ കൂടെ ഇവിടെ താമസിച്ചാലും. ഉടനെ മൈഥിലി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മുന്നിൽ ഞാൻ നടക്കും. എൻ്റെ പിന്നാലെ വേണം ഭവാൻ വരുവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നത് ഒന്നുകൊണ്ടും ഉചിതമല്ലെന്നറിഞ്ഞാലും. ശ്രീരാമൻ മറുപടിയായി ഇങ്ങനെ പറയുന്നു, എങ്ങനെയാണ് പ്രിയെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്? ആ കാനനത്തിൽ സിംഹം, കടുവ, പന്നി, പാമ്പ്, കരടി, ചെന്നായ, പോത്ത എന്ന് വേണ്ട മനുഷ്യരെ തിന്നുന്ന രാക്ഷസന്മാർ വരെയുണ്ട്. ഞങ്ങൾ പുരുഷന്മാർക്കേ ഇവരെയൊക്കെ ഭയമാണ്. അപ്പോൾ പിന്നെ പ്രിയേ, സ്ത്രീയായ നിന്റെ കാര്യം പറയേണ്ടതുണ്ടോ? മാത്രമല്ല രാജമന്ദിരത്തിൽ ഭവതി കഴിക്കുന്നത് പോലെയുള്ള ആഹാരങ്ങളൊന്നും ലഭ്യമല്ല. ഫലമൂലങ്ങൾ മാത്രമേ അവിടെ ലഭിക്കൂ. ഇനി മാർഗമാണെങ്കിലോ വളരെ ദുർഘടം നിറഞ്ഞതാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ് വൻ ഗർത്തങ്ങളും കല്ലും മുള്ളും നിറഞ്ഞതാണ്. തന്നെയുമല്ല വഴിതെറ്റിപ്പോയാൽ ഒന്ന് ചോദിക്കാൻ പോലും ഒരു മനുഷ്യജീവിയെ കാണാൻ കിട്ടില്ല. രാക്ഷസന്മാരുടെ ശല്യമോ വേറെ. കാറ്റും മഴയും വെയിലും ചൂടും എല്ലാം സഹിച്ച് കാൽനടയായി ഭവതി എങ്ങനെ കൂടെ വരും? ഞാൻ പറഞ്ഞതനുസരിച്ച് എൻ്റെ പ്രിയ ഇവിടെ മാതാവിനെയും ശുശ്രൂഷിച്ച് ഞാൻ മടങ്ങി വരുന്നതുവരെ കഴിഞ്ഞുകൂടുക. ശ്രീരാമൻ്റെ വാക്കുകൾ അനുസരിക്കാൻ മൈഥിലിക്ക് ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സീത ഇങ്ങനെ പറഞ്ഞു, നാഥ, അവിടുന്ന് കഴിച്ചതിന് ശേഷം വയ്ക്കുന്ന ഫലമൂലങ്ങൾ എനിക്ക് അമൃതിന് സമമാണ്. അവിടുന്ന് എൻ്റെ സമീപമുള്ളപ്പോൾ രാക്ഷസന്മാരിൽ നിന്നല്ല ആരാണ് എന്നെ ഉപദ്രവിക്കാൻ ധൈര്യപ്പെടുന്നത്? അങ്ങയുടെ കൂടെ നടക്കുമ്പോൾ കല്ലും മുള്ളും എനിക്ക് പുഷ്പം വിരിച്ചതിന് തുല്യമാണെന്ന് അറിയുക. ഞാൻ മൂലം അവിടത്തേക്ക് ഒരു കഷ്ടവും ഉണ്ടാവില്ല. എനിക്കും അങ്ങയുടെ കൂടെ വനത്തിലേക്ക് വരാൻ അല്പം പോലും ഭയമില്ല. പതിവ്രതയായ സ്ത്രീയുടെ ധർമ്മം ഭർത്താവിനെ പിന്തുടരുക എന്നല്ലേ? പണ്ടൊരു ജ്യോതിഷൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭർത്താവിനൊപ്പം കാട്ടിൽ വസിക്കുമെന്നും എനിക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകയില്ല എന്നും. ഇതുകൂടി കേൾക്കൂ. ശ്രീരാമൻ്റെ കഥകൾ പലതും ഞാൻ കേട്ടിട്ടുണ്ട്. ജാനകിയില്ലാതെ ഏതു രാമനാണ് കാട്ടിൽ പോയിട്ടുള്ളത്? ഒരു രാമനും കാട്ടിൽ പോയിട്ടില്ല എന്നാണ് ഈ ചോദ്യത്തിന് അർത്ഥം. പ്രകൃതിയും പുരുഷനും ഒന്ന് തന്നെയല്ലേ? പ്രകൃതിയെ വേറിട്ട് പുരുഷനുണ്ടോ? പാണിഗ്രഹണ സമയത്ത് ചൊല്ലിയ മന്ത്രം ഓർത്തു നോക്കൂ. പ്രാണാവസാന സമയം വരെ ഒരുമിച്ച് വാഴണമെന്നല്ലേ? ഇങ്ങനെയെല്ലാം ആയിരിക്കെ എന്നെ തനിച്ചാക്കി വനത്തിലേക്ക് പോയാൽ ഞാൻ എൻ്റെ പ്രാണൻ വെടിയും. നിന്തിരുവടിയാണേ സത്യം. ഇപ്രകാരമുള്ള സീതാദേവിയുടെ വാക്കുകൾ കേട്ടിട്ട് രാമൻ പുഞ്ചിരിയോടെ പറഞ്ഞു, വല്ലഭേ, മമ പ്രാണവല്ലഭേ, സങ്കടപ്പെടേണ്ട, കൂടെ വന്നോളൂ. അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം ഗുരുപത്നിയായ അരുന്ധതിയമ്മയ്ക്കും മറ്റുള്ളവർക്കുമായി ദാനം ചെയ്തിട്ട് പുറപ്പെടാനുള്ള ഒരുക്കങ്ങൾ നടത്താൻ പറയുന്നു. പിന്നീട് ലക്ഷ്മണനോട് പറഞ്ഞു, വേഗം പോയി ആദരസമേതം ബ്രാഹ്മണന്മാരെ അതുപോലെ തന്നെ പുരോഹിതന്മാരെ എല്ലാം കൂട്ടിക്കൊണ്ടുവരിക. ലക്ഷ്മണൻ അപ്രകാരം ബ്രാഹ്മണരെയും പുരോഹിതന്മാരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവരികയാണ്. പിന്നീട് അസംഖ്യം പശുക്കളെയും വസ്ത്രാഭരണങ്ങളെയും ദാനമായി നൽകുന്നു. സേവകരായ പരിചാരകന്മാർക്കും അന്തഃപുരവാസികൾക്കും അനവധി വസ്തുക്കൾ ദാനം ചെയ്യുകയാണ്. അവരെല്ലാം സന്തുഷ്ടരായി. എന്നാൽ രാമലക്ഷ്മണന്മാരെയും സീതാദേവിയെയും പിരിയുന്നതിൽ അവരുടെ സങ്കടം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. എല്ലാവരും സീതാദേവിയെയും ശ്രീരാമനെയും വന്ദിക്കുന്നു, അവരെ തിരിച്ച് ആശീർവദിക്കുന്നു. സീതാദേവി രാമൻ പറഞ്ഞതനുസരിച്ച് തൻ്റെ വസ്ത്രാഭരണാദികൾ അരുന്ധതിയായ
ആ ഗുരുപത്നിക്കും കൊടുക്കുന്നു. ലക്ഷ്മണൻ തൻ്റെ അമ്മയായ സുമിത്രയെ കൗസല്യയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പാദങ്ങൾ വന്ദിക്കുകയാണ്. അതുപോലെ തന്നെ സുമിത്ര മകനെ ആശീർവദിച്ചതിന് ശേഷം ഉപദേശരൂപത്തിൽ പറയുന്ന ഈ വാക്കുകളാണ് രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകമായിട്ട് പറയുന്നത്. ജ്യേഷ്ഠനെ പരിചരിച്ച് എപ്പോഴും മുന്നേ നടന്നുകൊള്ളണം. ശ്രീരാമനെ പിതാവായ ദശരഥനെന്നും സീതാദേവിയെ അമ്മയാണെന്നും അടവിയെ അയോധ്യ എന്നും വിചാരിക്കണം. മായാമോഹങ്ങൾക്ക് വശംവദനാകാതെ പോയി വരിക മകനെ എന്ന് സുമിത്ര മകനെ ആശീർവദിക്കുന്നു. സുമിത്രയ്ക്ക് അങ്ങനെ തന്നെ എന്ന് വാക്ക് കൊടുത്തിട്ട് അനന്തരം തൻ്റെ അമ്പും വില്ലുമെടുത്ത് ശ്രീരാമൻ്റെ അരികിൽ ചെന്ന് നിൽക്കുകയാണ് ലക്ഷ്മണൻ. പിന്നീട് അവർ 3 പേരും കൂടി ജനകനെ വണങ്ങാനായി പോകുന്നതായ സമയത്ത് ആബാലവൃദ്ധൻ ജനങ്ങൾ, അതും ശ്രീരാമൻ ലക്ഷ്മണനോടും സീതാദേവിയോടും കൂടി ഇങ്ങനെ കാൽനടയായി പോകുന്നത് കണ്ട് സഹതാപത്തോടെ സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ്. അവർക്ക് ഈ അവസ്ഥ വരുവാൻ എന്താണ് കാരണമെന്നറിയാതെ വിലപിക്കുന്നുണ്ട് ചിലർ. അവർ ദശരഥ മഹാരാജാവിനെ പഴിക്കുന്നുണ്ട്. ആളുകൾ പരസ്പരം കാര്യകാരണങ്ങൾ തിരക്കുന്നുണ്ട്. ഒരുവൻ വസ്തുതയെ പറയുന്ന സമയത്ത് അവരെല്ലാവരും ശ്രീരാമനോടൊപ്പം കാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അഭിഷേകാരംഭം എന്ന ഭാഗത്ത് പറഞ്ഞിരുന്നു, പിറ്റേ പ്രഭാതത്തിൽ യുവരാജാവായി ശ്രീരാമൻ അഭിഷേകം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആബാലവൃദ്ധൻ ജനങ്ങളും പ്രജകളെല്ലാം ഒന്ന് ഇങ്ങനെ ആനപ്പുറത്തേറി വരുന്ന ശ്രീരാമലക്ഷ്മണന്മാരെയും സീതാദേവിയെയും എല്ലാം കാണാൻ ഇങ്ങനെ കൊതിയോടെ നേരം വെളുക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് കാത്തുനിന്ന ജനങ്ങളെപ്പറ്റി അവരെല്ലാവരും ഇപ്പോൾ ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും ഈ വനവാസത്തിന് പോകുന്ന വേഷത്തിൽ കണ്ട്, അതായത് ജടാവൽക്കലങ്ങളും ശീരങ്ങളും ധരിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ സങ്കടം നമുക്കൊന്നും പറയാൻ സാധിക്കില്ല വാക്കുകളാൽ. അവരെല്ലാം മാറത്തടിച്ച് നിലവിളിക്കുന്നു. സ്ത്രീകളും കുട്ടികളും എന്നെ ധർമ്മത്തിൻ്റെ പ്രതിരൂപമായ ആ ശ്രീരാമനെ രാജാവായി കാണാൻ ആഗ്രഹിച്ച അവർ ഇപ്പോൾ ആ വനവാസത്തിന് പോകുന്ന, അതും കല്ലും മുള്ളും നിറഞ്ഞ വനത്തിലേക്ക്, ഘോരജന്തുക്കൾ നിറഞ്ഞ വനത്തിലേക്ക് നഗ്നപാതനായി പോകുന്ന സീതയെയും രാമനെയും ലക്ഷ്മണനെയും കണ്ടിട്ട് എല്ലാവരും സങ്കടമടക്കാൻ പറ്റാതെ മാറത്തലച്ച് കരയുകയാണ്. കണ്ടു നിന്നവരെല്ലാം കരയുകയാണ്. അങ്ങനെ ആ കാഴ്ച കണ്ട് കാണുന്നവർ കേൾക്കുന്നവർ കരയുകയാണ്. അങ്ങനെ അവർക്ക് ആർക്കും സങ്കടം അടക്കാൻ കഴിയുന്നില്ല. ശ്രീരാമനും ലക്ഷ്മണനും സീതയും കാനനത്തിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ വിവരമറിഞ്ഞ് ആ പൗരജനങ്ങളും അവരോടൊപ്പം പോകാൻ ഒരുങ്ങുകയാണ്. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ആരും ദുഃഖിക്കേണ്ട, രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവും ലക്ഷ്മണനായി വന്നിരിക്കുന്നത് ലക്ഷ്മി ഭഗവതി സീതാദേവിയുമാകുന്നു. മഹാവിഷ്ണു സത്വഗുണപ്രധാനനായി സംരക്ഷിക്കുന്നു. ഇപ്പോൾ രാജസ ഗുണങ്ങളോടുകൂടി രാമനായി അവതരിച്ചിരിക്കുന്നു. തമോ ഗുണപ്രധാനമായിരുന്ന രുദ്രൻ സംഹരിക്കുന്നു. രാമായണം 106 പേജിൽ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് വിശേഷമായിട്ട് പറയുന്നുണ്ട്. വൈവസ്വതമനു ഭക്തിപ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ച് വേദങ്ങളെല്ലാം വീണ്ടെടുത്തതും എല്ലാം. ഇനി ശ്രദ്ധിക്കൂ. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേധാവിനാക്കി കൊടുത്തതീ രാഘവൻ. പാധോനിധിമഥനെ പണ്ടുമന്തരം പാതാളലോകം പ്രവേശിച്ചതു നേരം. നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു ഖൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ചു. കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപൂരുഷനാകുമീ രാഘവൻ. നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായൊരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ. പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ടർദ്ധിച്ചു സാദരമർച്ചിക്ക കാരണം
എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതിഭക്തനായൊരു മഹാബലിയോടു ചെന്നർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനു ഇവൻ ധാത്രീ സുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ ധാത്രിയിലിപ്പോൾ ദശരഥപുത്രനായി ധാത്രീ സുതാവരനായി പിറന്നിടിനാൻ രാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രിപാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിന്നതിൻ കാരണം മന്ധരയല്ല കൈകേയിയെല്ലാരും ഭ്രമിക്കായക രാജാവുമല്ലല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാദേവി ജനകജ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനും അരുൾ ചെയ്തു നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവൻ ഇന്നു വിഷാദം കളവിനെല്ലാവരും. ഇങ്ങനെ രാമസീതാ തത്വത്തെക്കുറിച്ചും ആ ഭഗവാന്റെ അവതാരോദ്ദേശത്തെക്കുറിച്ചും പൗരജനങ്ങളെയും മറ്റും പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുകയാണ്. നാരദൻ ഇന്നലെ വന്ന് പറഞ്ഞതനുസരിച്ച് രാഘവൻ ഇന്ന് വനത്തിന് പുറപ്പെടുന്നതാണ്. ആ നക്തഞ്ചര കുലത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. സർവവ്യാപിയായ ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് രാഘവൻ. ആ യോഗമായാദേവിയായ ഭഗവതി തന്നെയാണ് സീതാദേവി. അവർ പെട്ടെന്ന് രാജാവിൻ്റെ വാക്കുകൾ കേട്ട് പോയതൊന്നുമല്ല. ഇതിൽ രാജാവിനെയോ മന്ധരയെയോ പഴിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അവർക്കൊന്നും ഇതിലൊരു പങ്കുമില്ല. ഇതെല്ലാം ഭഗവാന്റെ നിയോഗമാണ് എന്നിങ്ങനെ പറഞ്ഞത്, അതായത് വസിഷ്ഠ ഗുരു പറഞ്ഞത് കേട്ട് പൗരജനങ്ങൾ എല്ലാവരും ആശ്വസിക്കുന്നുണ്ടെങ്കിലും അവർക്ക് സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല. അവർ രാമായണത്തിലെ ഈ ഭാഗം വായിക്കുന്നവർക്കും ധ്യാനിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും പഠിക്കുന്നവർക്കും തങ്ങളുടെ ദുഃഖങ്ങളെല്ലാം നശിച്ചിട്ട് ഭക്തി വർദ്ധിച്ച്, അതായത് സകല പാപങ്ങളും നശിച്ച് ഭഗവാന് പ്രിയങ്കരന്മാരായി തീരും എന്നാണ് ഫലശ്രുതിയായി പറഞ്ഞിരിക്കുന്നത്. ഈ രാമസീതാ തത്വം എന്ന ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. രാമനും സീതയും ലക്ഷ്മണനും വനത്തിലേക്ക് പോകാനായി ഒരുങ്ങി ഇറങ്ങിയെന്ന് പറഞ്ഞല്ലോ. ഉടനെ തന്നെ ഈ മരവുരി കൊണ്ടുവന്ന് കൈകേയി ദേവി ഇവർക്ക് കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് വസിഷ്ഠ മഹർഷിക്ക് ദേഷ്യം വന്നു. ഉടനെ ക്രുദ്ധനായി അവരുടെ നേരെ നോക്കി. വനത്തിന് പോകണം എന്ന് നീ വരം വാങ്ങിച്ചു, എന്നാൽ പാവം ഈ സീതാദേവി എന്തിനാണ് മരവുരി ധരിക്കേണ്ടി വരുന്നത്? എന്തിനാണ് അവളെ കഷ്ടപ്പെടുത്തുന്നത്? പതിവ്രതയായ ജാനകി തൻ്റെ ഭർത്താവിനെ അനുഗമിക്കുന്നുവെങ്കിൽ ഈ മരവുരി ധരിക്കണമെന്ന് നീ ശഠിക്കുന്നത് എന്തിന്? ആഭരണാദികളും വസ്ത്രാദികളും എല്ലാം സീതാദേവി ഉപേക്ഷിച്ചല്ലോ. ഇനി ഈ മരവുരി ധരിക്കണമെന്ന് നീ എന്തിനാണ് ശഠിക്കുന്നത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ദശരഥ മഹാരാജാവ് സുമന്ത്രരെ വിളിച്ച് രഥം കൊണ്ടുവരുവാൻ ആജ്ഞാപിക്കുന്നു. അനന്തരം ഭഗവാൻ ശ്രീരാമൻ്റെ മുഖത്തേക്ക് നോക്കി, ഹാ രാമ, ലക്ഷ്മണ, സീതേ, നിൽക്ക്, പോകല്ലേ മകനെ, പോകല്ലേ, സീതേ, ലക്ഷ്മണ, രാമ എന്നിങ്ങനെ വിളിച്ച് രാജാവ് വീണ്ടും ബോധം കെട്ട് വീഴുന്നു. നിൽക്കൂ, പോകല്ലേ എന്ന് പറഞ്ഞ് ആബാലവൃദ്ധം ജനങ്ങളും തങ്ങളുടെ ദുഃഖം സഹിക്കാനാവാതെ ആ കണ്ണുകൾക്ക് അമൃതായിരുന്ന ഈ സുന്ദര രൂപം ഇനി കാണാതെ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് ഭഗവാൻ ശ്രീരാമനെ അനുഗമിക്കുകയാണ്.
അങ്ങനെ ശ്രീരാമൻ പോയതിന് ശേഷം ദശരഥൻ ഭൃത്യന്മാരോട് തന്നെ ശ്രീരാമൻ്റെ മാതാവായ കൗസല്യയുടെ അറയിലേക്ക് എടുത്തുകൊണ്ട് പോകുവാനായിട്ട് ആജ്ഞാപിക്കുന്നു. രാമനെ പിരിഞ്ഞ് ജീവിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് വിലപിച്ച് മോഹിച്ച് വീഴുകയാണ്. വീണ്ടും ബോധം വീഴുമ്പോൾ രാമനെ വിളിച്ചു കരയും. കൗസല്യയോടുകൂടി വാഴാൻ ആഗ്രഹിക്കുകയാണ് വീണ്ടും. യാത്ര തിരിച്ച രാമലക്ഷ്മണന്മാരും സീതയും സന്ധ്യയോടെ തമസാ നദീതീരത്തെത്തുകയാണ്. ജലം മാത്രം കുടിച്ച് മറ്റ് ആഹാരങ്ങളൊന്നുമില്ലാതെ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഉറങ്ങുന്ന ശ്രീരാമനും സീതയ്ക്കും ലക്ഷ്മണൻ ആയുധധാരിയായിട്ട് കാവൽ നിൽക്കുന്നു. ആ ജ്യേഷ്ഠനെയും അതുപോലെ ജ്യേഷ്ഠത്തെയും സുമിത്ര പറഞ്ഞതനുസരിച്ച് സ്വന്തം പിതാവായും മാതാവായും കണ്ട് അവരെ പരിചരിക്കുകയാണ് ലക്ഷ്മണൻ. എന്തൊരു സഹോദര സ്നേഹം അല്ലേ! അവരെ അനുഗമിച്ച ജനങ്ങളാകട്ടെ ശ്രീരാമൻ തിരിച്ച് അയോധ്യയിലേക്ക് വരുന്നില്ല എങ്കിൽ അവരും കാട്ടിലേക്ക് രാമൻ്റെ കൂടെ പോകും എന്ന് തീരുമാനിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുന്നു. നമുക്ക് ഈ വീഡിയോയിൽ ഇത്രയും മതി. നമുക്ക് ബാക്കി ഭാഗം നാളെ കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം നേരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ പറ്റുന്നിടത്തോളം ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇന്നത്തെ ദിവസം സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ മഹാവിഷ്ണു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നന്ദി. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുമല്ലോ.